ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പനമ്പിള്ളി നഗറിലുള്ളൊരു ചൈൽഡ് കെയർ സെൻറ്ററിലാണ് കേട്ടോ. ഒട്ടും ഹാപ്പി ആയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യുന്നത്. 3 വയസ്സിൽ ഹാസിമിനെ ഡേ കെയറിലാക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ ഞങ്ങളൊരു പ്ലേ സ്കൂളിലേക്ക് ചെന്ന സമയത്ത് അവർ പറഞ്ഞിട്ടോ, ഹാസിമിന് ഭയങ്കര ഹൈപ്പറാണ്, ഐ കോണ്ടാക്റ്റ് കുറവാണ്, അവൻ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, അവൻ ഒരു സ്ഥലത്ത് ഇരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അവനെ കുറച്ച് നാളൊരു സ്പീച്ച് തെറാപ്പിക്കൊക്കെ വിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല. ആ സമയത്ത് നമ്മൾ നാട്ടിലേക്ക് വരികയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ ഇക്കാടെ വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞതനുസരിച്ച് ഒരു പീഡിയാട്രീഷനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണ് നമ്മളിവിടെ വന്നത് കേട്ടോ. അതായത് 3 വയസ്സായിട്ടും അവന് സ്പീച്ച് കറക്റ്റായിട്ടില്ല, അവനൊരു സ്പീച്ച് ഡിലേ ഉണ്ട്. 2 വയസ്സിൽ സംസാരിക്കുന്ന കാര്യങ്ങളെ അവനിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഹൈപ്പറായിട്ടുള്ള കാര്യങ്ങൾ കൂടുന്നതും അതേപോലെ കോൺസെൻട്രേഷൻ ലെവലില്ലാത്തതും ഐ കോണ്ടാക്റ്റ് ഇല്ലാത്തതും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം, അവനെ ഡേ കെയറിൽ അല്ലെങ്കിൽ പ്ലേ സ്കൂളിലാക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൈൽഡ് കെയർ സെൻറ്ററിൽ കുട്ടികളുടെ സൈക്കോളജിസ്റ്റ്, അതേപോലെ സ്പീച്ച് തെറാപ്പി ചെയ്യുന്ന ഡോക്ടർ, അതേപോലെ ബിഹേവിയറൽ ഇഷ്യൂസ് മാനേജ് ചെയ്യുന്നത്, അങ്ങനെ 2-3 സെക്ഷനിലുള്ള ഡോക്ടേഴ്സാണ് കേട്ടോ ഉള്ളത്. 5 വയസ്സിന് താഴെയുള്ള മക്കളാണെങ്കിൽ നമുക്ക് IQ കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ കേൾവി കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് അനലൈസ് ചെയ്യും. അതേപോലെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് അവരൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിച്ചേരും. അതേപോലെ ഓട്ടിസത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പോൾ ഓട്ടിസം ഉണ്ടോ അതോ ഹൈപ്പറിൻ്റെ അങ്ങേയറ്റാണോ അതൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു 4 ദിവസമായിട്ട് ഞങ്ങൾ വന്നു പോകുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ ഡോക്ടേഴ്സിനെയും കയറി കാണണം, ഉച്ചവരെ അവരുണ്ടാവുള്ളൂ. അങ്ങനെ ഓരോ ദിവസവും അവൻ്റെ അസസ്മെൻറ്റും കാര്യങ്ങളും എടുക്കലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ സൈക്കോളജിസ്റ്റിനെ കണ്ടു, പിന്നെ ബിഹേവിയറൽ ഡോക്ടറെ കണ്ടു, പിന്നെ അവൻ്റെ ഇയറിംഗ് ടെസ്റ്റ്, അവന് കേൾക്കാത്തത് കൊണ്ടാണോ അവൻ തിരിച്ച് റിപ്ലൈ ചെയ്യാത്തതെന്നും അവർക്ക് കൺഫേം ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അസസ്മെൻറ്റ് നടത്തി. അങ്ങനെ ഫൈനലി അൽഹംദുലില്ലാ ഓട്ടിസത്തിലേക്കൊന്നും അവൻ പോയിട്ടില്ല എന്നും അവന് കോൺസെൻട്രേഷനിലേക്ക് വരണമെങ്കിൽ സ്പീച്ച് തെറാപ്പി എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യണമെന്നും ഉള്ളൊരു ഫൈനൽ ഡിസിഷനിലേക്കാണ് കേട്ടോ അവരെത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും അൽഹംദുലില്ലാ, കാരണം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അവൻ പോയിട്ടില്ല. പിന്നെ അവൻ നാട്ടിൽ വന്നേ പിന്നെ അത്യാവശ്യം നല്ല ചേഞ്ച് ഉണ്ട്. കാരണം TVയും അതേപോലെ മൊബൈൽ ഫോണിൻ്റെ യൂസും ആണ് കേട്ടോ കുട്ടികളിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടുവരുന്നത്. അപ്പോൾ കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ഡിസബിലിറ്റി ആണെന്നാണ് കേട്ടോ പറയുന്നത്. അതേപോലെ 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് അല്ലെങ്കിൽ സ്കൂളിലാക്കിയ കുട്ടികളാണെങ്കിൽ അവരുടെ ബിഹേവിയറൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ്, നല്ല IQ ലെവലുള്ള കുട്ടികളാണ്. പക്ഷെ അവർക്ക് പഠിച്ചിട്ട് അവരുടെ അക്കാഡമിക് ലെവൽ കുറച്ചും കൂടി ഉയർത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ കണ്ടുപിടിച്ച് അവരതൊരു ഫൈനൽ ഡിസിഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഹാസിമിൻ്റെ കേസിലാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് അവൻ TV കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ മൊബൈൽ ഞാൻ ഇന്നേ വരെ അവന് കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വെച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഹംദാനും ആറോനൊക്കെ ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹാസിമിൻ്റെ കാര്യത്തിൽ അതും ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഗൾഫിലായതുകൊണ്ട് നമ്മൾ ഫ്ലാറ്റിൻ്റെ അകത്ത് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം അങ്ങനെ TV കണ്ടിന്യൂസ് വെക്കും. പാട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവനത് നോക്കിയിട്ടാണ് ഫുൾ ടൈം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും മൊബൈൽ പോലെ തന്നെ ഡേഞ്ചറാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ആ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞത് 9 months അവന് കണ്ടിന്യൂസ് സ്പീച്ച് തെറാപ്പി വേണം. പക്ഷേ 3 months നിങ്ങളിവിടെ നാട്ടിൽ നിന്ന് ഓഫ്ലൈനായിട്ട് തന്നെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിലേക്ക് മാറ്റാം. അപ്പോഴത്തേനും അവൻ ഒന്ന് സ്റ്റഡി ആയിക്കോളും, എവിടെയെങ്കിലും ഇരുത്തിയായിരുന്നോളും, കോൺസെൻട്രേഷൻ കൂടിക്കോളും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് 2 വയസ്സിലേ തന്നെ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോഴാണ് അതിൽ റിയലൈസ് ചെയ്തതും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചതും.
അപ്പോൾ ഒരു 5-6 ദിവസം ഞാൻ കായായിട്ട് കുഞ്ഞിനെ കൂട്ടി പോയിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ പോയി തിരിച്ച് വന്ന വഴിക്ക് ഒരു ബർഗറൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത്താത്തടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ നേരം ഇരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചോപ്സ്റ്റിക്സ് എന്നും പറഞ്ഞിട്ട് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഒന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് ഡേ പോയ ദിവസം ഇക്ക ബാംഗ്ലൂരാണ്, ഞാനും ഹാസിമും ഹംദാനുമായിട്ടാണ് കേട്ടോ പോയത്. ഹാറൂനെ കടുമാടെ അടുത്താക്കിയിട്ട് അങ്ങനെ പോയതാണ്. ഹംദാന് അവനെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവൻ ഹംദാൻ്റെ അടുത്ത് അടങ്ങിയിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി അവരെയും കൊണ്ട് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പിള്ളേർ അടങ്ങിയിരുന്നില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇക്ക ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടങ്ങിയിരുന്നോളും. ഇക്ക നന്നായിട്ട് ഒച്ചയെടുക്കുമ്പോൾ ഇപ്പോൾ ഹാസിമിന് നല്ല പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയാനേ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാ ഫുഡുകളും. അപ്പോൾ ആദ്യം നമ്മളൊരു സാലഡാണ് ഓർഡർ ചെയ്തത്. പപ്പായയും ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സാലഡ്. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഒരു മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. അത് പക്ഷേ കുറച്ച് സ്പൈസി കൂടുതലാണ്. അത് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. ക്യാരറ്റും പപ്പായയും എങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ചിക്കനും റൈസിൻ്റെയും കൂടി ഒരു ബൗള്, സുഷി, മോമോസ് അതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അടിപൊളി ഡിന്നറായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഹംദാനുള്ളതും ഞാൻ പാഴ്സൽ ചെയ്തെടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് നേരെ പോരുക ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ കുട്ടികളുടെ ഒരു ശിശുഭവനുണ്ട്. അതായത് കുഞ്ഞു മക്കൾ, ഹാസിമിൻ്റെ പ്രായത്തിലുള്ള മക്കൾ, കുറേ മക്കളുള്ളൊരു ശിശുഭവൻ, ഒരു 10-15 പേരുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ വകയായിരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. അവിടെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റോസ് ആൻഡ് മാംഗോ റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കേട്ടോ. അവിടുത്തെ മീൽസ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇക്കയുടെ ബ്രദറിൻ്റെ മോളും വന്നിട്ടുണ്ട്. അവൾ പാലയിലാണ് കേട്ടോ പഠിക്കണേ. അപ്പോൾ വീക്ക്ലിയാണ് വരാറ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ ഗൾഫിൽ നിന്ന് പ്ലാൻ ചെയ്തതാണ് ബൈക്കിന് എവിടെയെങ്കിലും ഒന്ന് പോകണം. മൂന്നാറൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ മക്കൾ 3 പേരും വീട്ടിലാവുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ, പ്രത്യേകിച്ച് ഹാസിമില്ല. അപ്പോൾ എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളെല്ലാവരും കിടന്നുറങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 7:30 ആ ഒരു ടൈമിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ് കേട്ടോ. അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് വെറുതെ ഒന്ന് റൈഡ് ചെയ്ത് തിരിച്ച് വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ രാവിലെ ഇറങ്ങിയതാണ്. മഴ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പോൾ 7 മണി 7:30 ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ചവിടെ കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റൂല കേട്ടോ. പിന്നെ അത്രയും സ്പീഡിലാണല്ലോ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് നിർത്തി ഫുഡ് കഴിച്ചു. പൂരിയും അവിടുത്തെ ബീഫ് കറി അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ടൈം ഉണ്ടാവും. നമുക്ക് ഒരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതൊക്കെ സംസാരിച്ചിരിക്കാനായിട്ട് പറ്റിയൊരു സമയമായിരുന്നു കേട്ടോ. പിള്ളേരില്ലാതെ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പിന്നെ അതിരമ്പള്ളിയിലേക്കുള്ള വഴി അത് രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. നല്ല രസമാണ് ആ വഴി പോകാൻ വേണ്ടിയിട്ട്. ചെറിയൊരു മഴയും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ യാത്ര അടിപൊളിയായിരുന്നു. ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഉമ്മാനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ മോനെ എണീറ്റു. പിന്നെ രാവിലത്തേക്ക് അവർക്ക് പത്തിരിയൊക്കെ ചൂടാക്കി മുട്ടക്കറിയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ലഞ്ച് നമ്മുടെ മന്തി ഷോപ്പ് ഉണ്ട്, അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിള്ളേരെ നോക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ, ഉമ്മാക്ക് വേറെ പണിയൊന്നുമില്ല. പിന്നെ ഹംദാനും ആറോനാണെങ്കിലും ഞാൻ തലേ ദിവസം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടക്കാൻ നേരത്തെ ഞങ്ങളിങ്ങനെ പോകും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലൈലമ്മച്ചായിരിക്കും ഉണ്ടാവുക, ഞങ്ങളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു.
പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അവരോട് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളിങ്ങനെ ബൈക്കിന് പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹംദാന് കുഴപ്പമില്ല, ഹാറൂന് ചെറിയൊരു കുശുമ്പാണ് കേട്ടോ. ഞാനും വരും എന്ന് പറഞ്ഞ് വാശി പിടിക്കണ ഒരാൾ ഹാറൂനാണ്. പിന്നെ അവർ ഉറങ്ങായിരുന്നത് കൊണ്ട് അവരറിഞ്ഞിട്ടില്ല പോകുന്നത്. അങ്ങനെ അതിരമ്പള്ളിയിൽ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ, അത്രയും ആൾക്കാരുണ്ടായിരുന്നു. വലിയ ബസ്സിലൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ, കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് കേട്ടോ കണ്ടത്. മലയാളികൾ വളരെ കുറവായിരുന്നു. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളും ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. ഭയങ്കര കുത്തിയൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതേപോലെ അവിടെ കയറൊക്കെ വെച്ചിട്ട് കെട്ടി ബോർഡർ ലൈനൊക്കെ ഉണ്ട്, അത് കടന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ കാടാണ്, ആനകളൊക്കെ ക്രോസ് ചെയ്ത് വരുമെന്നാണ് കേട്ടോ പറയണത് വെള്ളമൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ആനേനെയൊക്കെ കാണാറുണ്ടെന്നൊക്കെയാണ് അവിടെയൊക്കെ പറഞ്ഞത്. നമ്മൾ ഒരു 10 വർഷം കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങളവിടെ പോയിട്ടുണ്ട്. ആ സമയത്ത് രാവൺ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഐശ്വര്യ റായി ഫാനാണ് കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ, ഐശ്വര്യ റായി ഈ വഴി കൂടെയൊക്കെ നടന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ ഈ സമയം ബാഹുബലിയാണ് കേട്ടോ ഓർമ്മ വന്നത്. ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ ആ ഒരു ഫിലിമാണ് നമുക്ക് ഓർമ്മ വന്നത്. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളങ്ങനെ ഉച്ചയോടുകൂടി തിരിച്ചു പോന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല മഴ കിട്ടി, അത് അടിപൊളിയായിരുന്നു മഴയത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് വണ്ടിയൊക്കെ നിർത്തി റെയിൻകോട്ടൊക്കെ ഇട്ട് ഒരു 3 മണിയോടുകൂടി നമ്മൾ വീട്ടിലെത്തുകയാണ് ചെയ്തേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ കുട്ടികൾ സംസാരം ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നോർമൽ കുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചില്ലെങ്കിൽ, നമ്മുടെ മൂത്ത കുട്ടികൾ ലീറ്റിലായിട്ടാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സിൻ്റെ മക്കൾ കുറേ 5 വയസ്സെടുത്തു സംസാരിക്കാൻ എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരിക്കലും ഡോക്ടറെ കാണിക്കാതിരിക്കരുത്. അവരുടെ ഒരു കൺസൾട്ടേഷൻ എന്തായാലും നമ്മൾ എടുക്കണം കേട്ടോ. കാരണം ഓരോ കുട്ടികളും ഓരോ തരത്തിലായിരിക്കും കേട്ടോ. നമ്മളുടെ കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് ചിലവർക്ക് വേണ്ട വരും, ചിലവർ ഓക്കെ ആയി വന്നോളും. അപ്പോൾ അത് ഡോക്ടേഴ്സിനെ കണ്ടാൽ മാത്രമല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ വലിയ പ്രായമുള്ള കുട്ടികളാണെങ്കിലും എന്തെങ്കിലും സ്റ്റഡീസിൽ വല്ല ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സംസാരത്തിന് അല്ലെങ്കിൽ കേൾവി ശക്തി, അതൊക്കെ എല്ലാം റിലേറ്റഡ് ആണ് കേട്ടോ. ഈ ഒരു ഡിലേ വരുമ്പോൾ അത് ഭാവിയിൽ അവരുടെ എഡ്യൂക്കേഷനെയാണ് ബാധിക്കുന്നത്. നെക്സ്റ്റ് ലെവൽ വരുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ആ ക്ലാസ്സിലുള്ള കുട്ടികളെ അപേക്ഷിച്ച് അവർ 1-2 വർഷം പിറകിലായിരിക്കും. അപ്പോൾ അത് അവരെ എഫക്റ്റ് ചെയ്യും നന്നായിട്ട്. അപ്പോൾ സ്പീച്ച് ഡിലേ കാര്യങ്ങളൊന്നും നമ്മൾ വെച്ച് ലേറ്റ് ആക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ മക്കളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.